എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. മലൈക്കോട്ടെ വാലിബൻ. യെസ്. ആഘോഷിക്കാൻ എന്ത് ഒന്നുമില്ലെങ്കിലും അങ്ങോട്ട് തരും ഒരു അടാറ് സാധനം. ഇതാണ് നമ്മുടെ LJPന്റെ ഒരു മുദ്രാവാക്യം തോന്നുന്നു. കാരണം പ്രത്യേകിച്ച് ഈ മലൈക്കോട്ടെ വാലിബന്റെ കാര്യത്തിൽ തന്നിരിക്കുന്നു ഒരു അടാറ് സാധനം. വേറൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ LJPന്റെ ഒരു ക്യാരക്ടർ ഇങ്ങനെ തന്നെ കേട്ടോ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഓരോ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതെ, അതും കിഡിലും സാധനം. അതും അപ്പോഴായിരിക്കും നമ്മൾ ഞെട്ടുന്നത്, ഇത് എന്തുവാന്ന് വിചാരിക്കും. അമ്മാര് സാധനം തരുവോളൂ തരുമ്പോ. പക്ഷെ LJPയുടെ സിനിമകളിലേ എനിക്ക് തോന്നുന്നു ഇത്രയും ആള് വെയിറ്റ് ചെയ്യുന്നൊരു സിനിമ അത് ഇതായിരിക്കും. അത് സത്യം, ഇതുവരെ അങ്ങനത്തെ ഒരു സിനിമ ഉണ്ടായിട്ടില്ല. അത് വേറൊന്നുമല്ല, ലാലേട്ടനും LJP ഒരുമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം. അതായത് LJPയുടെ കരിയറിൽ ഏറ്റവും കൂടുതൽ വൺ ഡേ കളക്ഷൻ നേടുന്ന സിനിമ, അങ്ങനെ പല രീതിയിലും പല റെക്കോർഡ് ഇടാൻ പോകുന്നൊരു സിനിമയായിരിക്കും മലൈക്കോട്ടെ വാലിബൻ. തീർച്ചയായിട്ടും. എന്തായാലും അത് സാധൂകരിക്കുന്ന 2 പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. നമുക്ക് ആൾറെഡി ഇവർ തന്ന ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു, ഒഫീഷ്യലി ഇത് പുറത്തു വിടാത്തതായിരുന്നു. ഇപ്പോൾ ഒഫീഷ്യലി ഇവർ ഔട്ട് ചെയ്തിരിക്കുന്നു. നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, അത് തിയേറ്ററിൽ നിന്ന് എടുത്ത ഫോട്ടോ ആണ്. അതെ അതെ അതെ, നമ്മൾ റിയാക്ഷൻ ചെയ്തത്. അതിന്റെ ഒറിജിനൽ ഇവർ പുറത്തുവിട്ടിട്ടുണ്ട്. ഇത് അങ്ങനെ കണ്ടതുപോലെയല്ല, ഇങ്ങനെ വന്നപ്പോൾ കുറച്ചും കൂടി ഒരു പവർ കൂടി, ഇമ്പാക്ട് ആണ്, ഇമ്പാക്ട് ഉണ്ട്. ഇതിന്റെ ഗ്രേഡിങ്ങും കളറും ഒക്കെ കറക്റ്റും കിട്ടിയപ്പോൾ എന്തൊരു എഫക്റ്റാ. ഭീകര പോസ്റ്റർ ആട്ടോ, ഭീകരം. അതെന്താണെന്നറിയോ, എനിക്കിത് ഇങ്ങനെ കാണുമ്പോൾ മഹാഭാരത യുദ്ധമൊക്കെ അല്ലേ സത്യം. അതായത് നമ്മൾ ഈ മഹാഭാരതം മറ്റേ TV-ലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഇതേപോലെ ആയിരിക്കും, ഒരു മഞ്ഞ കളറിലൊക്കെ ആ ഒരു സെറ്റപ്പിലാണ് ഇത് വരുന്നത്. അതേപോലത്തെ ഒരു സാധനം. അതെ, എന്തായാലും ഇത് ഒഫീഷ്യലി പുറത്തു വന്നപ്പോൾ ചെയ്തെന്നുള്ളൂ, ഒന്നും കൂടി അടിപൊളിയായിട്ട് തോന്നി. അതെ, അപ്പൊ എന്തായാലും നമുക്ക് അടാറ് സാധനം, ഒരു കിട്ടില്ല സാധനം തന്നിട്ടുണ്ട്. വെയിറ്റിംഗിലാണ് വന്നിട്ടുണ്ട്. അയ്യോ ഇതൊക്കെ കണ്ടിട്ട് ഈ സിനിമയ്ക്ക് ഹൈപ്പ് കൂടിയില്ലെങ്കിൽ പിന്നെ ഏത് സിനിമയ്ക്ക് കൂടും? ഇതിന് ഹൈപ്പ് കയറ്റണം, അതിനുള്ളത് ഉണ്ടല്ലോ ഇതില്. പിന്നെ ഇതെന്ത് സാധനമാ, ഭീകരമായിട്ടാണിത്. അതായത് എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, അതായത് നമ്മൾ ഇന്നലെ റിയാക്ഷൻ ചെയ്ത ആ വീഡിയോയില്, അതായത് ആ ഒരു പോസ്റ്ററിന് താഴെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇതിന് ആളൊന്നും കയറില്ല കേട്ടോ, അങ്ങനത്തെ ഒരു ടൈപ്പ് സാധനമായിരിക്കും. പിന്നെ LJP ആണ്, ഒരു എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള സിനിമകളൊന്നും ആയിരിക്കില്ല, അപ്പോൾ അതുകൊണ്ട് വലിയ പ്രതീക്ഷ ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ ഇത് അങ്ങനെയുള്ള സാധനം ആയിരിക്കും. ആ പ്രതീക്ഷ എല്ലാവർക്കും അങ്ങനെ പ്രതീക്ഷ ഒന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞില്ല. ആ പ്രതീക്ഷയൊക്കെ എവിടം വരെ എത്തിക്കാൻ പറ്റുമോ അങ്ങനെ എത്തിക്കുന്ന ഒരു പോസ്റ്റർ ആട്ടോ അത്. എൻ്റെ ലാലേട്ടാ, ഇതെന്താണിത്, ഇതെന്താണിത്, എന്ത് പോസ്റ്ററാണത്? ഞാനിത് കണ്ടിട്ട് കുറച്ചു നേരം നോക്കിയിരുന്നു. ഇങ്ങനെ വയസ്സ് എത്രയാണ്, ഇങ്ങനെ ഫ്ലെക്സിബിലിറ്റി ഒന്ന് നോക്ക്, ബോഡി നോക്ക്, ആള് ഇരിക്കുന്ന ബോഡി. ഞാനങ്ങനെ ആദ്യം ചിന്തിച്ചതാട്ടോ, ലാലേട്ടനെ ബോഡി ഇങ്ങനെ ഫിറ്റ് അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരുടെ അടുത്ത് ഈ നൃത്തം നിൽക്കുമ്പോ ശരിക്കും ഒരു യോദ്ധാവ്, പക്ക സൂപ്പർ. എന്തൊരു ഫ്ലെക്സിബിലിറ്റിയാ നോക്ക്. അതായത് മുട്ടൊക്കെ കുത്തി, അതും ഇടത് കാല് ഫുൾ സ്ട്രെച്ചില് എങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞാണ്ടല്ലോ, ഒന്ന് നിന്ന് നോക്കുക, അപ്പം മനസ്സിലാവും നമ്മളിപ്പോൾ എങ്ങാണെന്നാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മളെത്രത്തോളം എങ്ങാണെന്നുള്ളത് അപ്പം തിരിച്ചറിയും. നമ്മള് കൊഴമ്പ് കൊണ്ടുവന്നിട്ടുണ്ട് വരും കാലില്. എന്താ പോസ്റ്റർ, ഇതിൽ പലതും ഉണ്ട് കേട്ടോ, ഇടാൻ ഡീറ്റെയിൽസ് ഒരുപാടുണ്ട്. അതായത് ഇത് ബ്രിട്ടീഷുകാരുടെ കോട്ടയിൽ അവിടെ ചെന്ന് അവരോട് ഫൈറ്റ് ചെയ്യുന്ന രംഗമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് പോസ്റ്ററിൽ. കോട്ടയിൽ നടുക്കുണ്ടാവുമല്ലോ എല്ലാ സംഭവങ്ങളും അരങ്ങേറുന്നൊരു ഏരിയ, അവിടെ വെച്ചിട്ടുള്ള ഒരു ഫൈറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഒരുപാട് പടയാളികളും കാര്യങ്ങളും ഒക്കെ ബാക്കിൽ കാണുന്നുണ്ട്. അതെ, മുകളിലൊക്കെ ഉണ്ട്. കോട്ടയ്ക്ക് മുകളിൽ സാധാരണ പോലീസുകാരുണ്ടല്ലോ, പഴയ ആ ഒരു സെറ്റപ്പിലാണെന്ന് തോന്നുന്നു. അവർ ഇരട്ടക്കോയിലാണെന്ന് തോന്നുന്നു. അത് വെച്ചിട്ട് എയിം ചെയ്ത് നിൽക്കുന്നുണ്ട് ലാലേട്ടനെ. പിന്നെ ഫൈറ്റ് ചെയ്യുന്നവരുണ്ട്. പിന്നെ മണ്ണ് വാരിട്ട് എന്തോ സംഭവം ചെയ്യാണ്ടോ ആള്, മണലിങ്ങനെ വാരിയിട്ട് എന്തോ സംഭവമാണ്. അത് ഒരു ഒന്നൊന്നര സംഭവം തന്നെ. ഇതിന്റെ പുറകിലായിട്ട് കാളകൾ 2 കാളവണ്ടിയൊക്കെ മറിഞ്ഞു കിടക്കുന്നുണ്ട്. അതെ, അപ്പൊ ആ കാളവണ്ടി കൊണ്ട് പോയോ അങ്ങോട്ട്? അതായിരിക്കും സംഭവം. അപ്പൊ നമ്മൾ കേട്ട കഥ സത്യമാണ്
എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ആണ്. നമ്മൾ അത് അറിഞ്ഞിട്ടാണ് നമ്മൾ ഇതിന് ഹൈപ്പ് ഒരു സംശയമില്ലാതെ ഒരു പേടിയില്ലാതെ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊരു പേടിയില്ല. പിന്നെ മാത്രമല്ല നമ്മൾ കൂട്ടുന്നതല്ല കേട്ടോ ഹൈപ്പ്, നമ്മൾ ഹൈപ്പ് മനസ്സിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ നമ്മള് കൂട്ടുന്നു പറഞ്ഞില്ലേ, ഈ പോസ്റ്റർ കണ്ടിട്ട് കൂടാതിരിക്കുമല്ലേ ഹൈപ്പ് ഉണ്ടാവോ ഇല്ലയോ? ഇതിപ്പോ നമ്മളിതിന്റെ റിയാക്ഷൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഈ പോസ്റ്റർ ഓൾറെഡി ഈ ഒരു പോസ്റ്റർ വരുമ്പോ തന്നെ ഇതിന്റെ ഹൈപ്പ് മാരകമായി കേറി കഴിഞ്ഞു. പിന്നെ അതിന്റെ റിയാക്ഷൻ നമ്മൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അത് നമ്മുടെ ഉള്ളിലുള്ള ഒരു സംഭവമാണ്. അത് നമ്മൾ കാണുമ്പോൾ നമുക്ക് വരുന്ന അതിശയങ്ങളും അത്ഭുതങ്ങളും ഒക്കെ നമ്മൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഞാനേ 2 പ്രാവശ്യങ്ങളും ഞാൻ സൂം ചെയ്ത് നോക്കിയിട്ടുണ്ട്. എന്താണെന്നറിയോ, ലാലേട്ടന്റെ മുഖഭാവല്ലേ ഒരു രക്ഷയില്ലാത്ത എക്സ്പ്രഷൻ. സൂപ്പർ. അത് ഞാൻ വേറെ കാര്യം കേട്ടോളിയാ, അതായത് ഇതിപ്പോ അവരുടെ ഏരിയയിൽ പോയിട്ട് ഫൈറ്റ് ചെയ്യുന്നതാണോ അതോ ഇത് രണ്ട് സീനിലെ ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പോസ്റ്റർ ആക്കി ഇറക്കിയതാണ്? കാരണം മണലുള്ള ഏരിയ മറ്റൊരു ഏരിയയിൽ, അതായത് നമ്മളിതിന്റെ ഒരു സോങ്ങിന്റെ അനൗൺസ്മെന്റ് പോസ്റ്റർ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ കാളകളാണ് ഈ വീണടക്കുന്നത്. കാരണം ആ 2 കൊമ്പും കറക്റ്റ് അത് തന്നെയാണ്, ആ കാളകൾ തന്നെയാണ് രണ്ടും അപ്പുറം ഇപ്പുറം വീണടക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ഒരു ഫൈറ്റ് സീനായിരിക്കണം ഇത് ലാലേട്ടനെ കാണിക്കുന്നത്. പിന്നെ കോട്ടയും നമ്മുടെ ബ്രിട്ടീഷുകാരും ഒക്കെ ഉള്ളത് മറ്റൊരു സീനായിരിക്കണം. ചിലപ്പോൾ അങ്ങനെ ആവാൻ സാധ്യത. പോസ്റ്റർ അവർ ഡിസൈൻ ചെയ്യുന്ന പല രീതിയിൽ. പിന്നെ ഏതൊരു പോസ്റ്ററുകളും ലാലേട്ടന്റെ ഒരു വലിപ്പം അത് അവര് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മറ്റേ ആ എല്ലാരും കൂടി നിൽക്കുന്ന ഫോട്ടോയിലാണെങ്കിൽ പോലും അല്ലെ ആ പോസ്റ്ററിലാണെങ്കിൽ പോലും അതിൽ ഏറ്റവും വലുതായിട്ട് കാണിക്കുന്ന ലാലേട്ടനെ, എന്നിട്ട് ബാക്കി എല്ലാരും ഇങ്ങനെ കുറച്ച് ചെറുതായി കൊണ്ടുവന്നേക്കുവാണ്. ഇതിലും ഇത് തന്നെയാണ്, ലാലേട്ടന്റെ ഒരു ഭീമാകരമായ ഒരു വലിപ്പം അത് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. ഇതില് ഇതുവരെ വന്നതിൽ ഏറ്റവും ബെസ്റ്റ് പോസ്റ്ററാണിത് സത്യം. നമുക്ക് ടീസർ വന്നപ്പോ ടീസറിലെ ആ തമ്പനിയിലായിരുന്നു ഏറ്റവും ബെസ്റ്റ്. അതിനു മുൻപ് ഇവര് ഒഫീഷ്യലായിട്ട് ഡേറ്റ് അനൗൺസ്മെന്റ് വന്നു റിലീസിന്റെ, അതായിരുന്നു ഏറ്റവും ബെസ്റ്റ്. അതായത് ഓരോ നിമിഷവും തന്നുകൊണ്ടിരിക്കുന്ന ഓരോ പോസ്റ്റേഴ്സും അതിലെ ഏറ്റവും ബെസ്റ്റ് ആണ്. ബെസ്റ്റ് വെച്ചിട്ടാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കുന്നത് എന്താണെന്നറിയോ, ഇങ്ങനത്തെ ഒരു സാധനം ഇത് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സാധനത്തിന്റെ ഒക്കെ അപ്പുറം പോവാണ്. ഇത് വേറെ ലെവല് സാധനമാണ്. നമ്മൾ കരുതിയിരിക്കുന്ന ഒന്നും അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഇപ്പോ ഒരുപാട് സിനിമ പാൻ ഇന്ത്യൻ എന്നുള്ള രീതിയിൽ വന്നു. പാൻ ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ പോരല്ലോ, അതിനുള്ളൊരു കണ്ടന്റ് വേണം. ആ കണ്ടന്റ് ഉള്ള സിനിമ ഇതാണ് എന്നുള്ളതാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതായത് ആ സൈഡിൽ നിൽക്കുന്ന കുറച്ച് റെഡ് ഇട്ടിട്ടുള്ള ടീമുണ്ടല്ലോ ബ്രിട്ടീഷുകാർ, അതൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവമൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. മറ്റേ ഇവരുടെ ലീക്കായ ഒരു വീഡിയോ ഒക്കെ എനിക്കിപ്പോ മനസ്സിലാക്കി ഓർമ്മ വരുന്നു. അത് ആ കോട്ടയിൽ പോയിട്ടുള്ള സംഭവം. അതെ, കോട്ടയിൽ പോയിട്ട് അവിടെ ഫൈറ്റ് ചെയ്യുന്ന ഒരു സീനായിരുന്നു ലീക്കായി പോയത്. ഇതില് അടിമത്തം എന്ന് പറഞ്ഞ സാധനത്തിന് വളരെ പ്രാധാന്യം ഉണ്ടാവാൻ ചാൻസ്. മണ്ണ് അടിമത്തം അത് ഏത് ട്രൈബൽ രീതിയിൽ ഏത് രീതിയിലാണ് അവതരിപ്പിക്കുന്നത് നമുക്ക് അറിഞ്ഞൂടാ. അത് വേറെ ലെവൽ തന്നെയായിരിക്കും. അതൊന്നല്ല, ഇതേ വേറെ ലെവൽ തന്നെയായിരിക്കും. വേറെ ഒന്നും ഇല്ല ഇതിനകത്ത്. ഇനി ഞെട്ടിച്ചോണ്ടിരിക്കുകയാണ്. സമാധാനമായില്ലേ? സമാധാനം പോയി. അതല്ല ഞാൻ ചോദിച്ചത്, ഇത് കാണുമ്പോ സമാധാനം പോവും. അല്ല, രാവിലെ പറഞ്ഞത് ഇന്ന് എന്ത് ചെയ്യുന്നു വിചാരിച്ചോണ്ടിരിക്കുകയല്ലായിരുന്നു. ആ സമാധാനമായില്ല. അതിനുള്ള സമാധാനം കിട്ടി. പക്ഷെ 25-ാം തീയതി ആവണ്ടേ ഇനി? അയ്യോ, എന്താണെങ്കിലും ഇതുപോലെ അടുത്ത് ഇനി പ്രതീക്ഷിക്കാം ബെസ്റ്റ് ആയിട്ടുള്ള സാധനം. അപ്പൊ എന്തായാലും നമ്മള് പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ. ഇപ്പോഴും അതിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണല്ലോ. സൂപ്പർ പോസ്റ്റ്. അമ്പോ.